ഒടുവിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീവ്ര സമരത്തിന് മുന്നിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. അതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തിവരുന്ന സമരം പിൻവലിച്ചു. പക്ഷേ ഗണേഷ് കുമാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും തയ്യാറായതോടെയാണ് ഇന്ന് വൈകിട്ട് നടന്ന ചർച്ചയിൽ സമരം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സമരസമിതി തീരുമാനിച്ചത്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറുമായും ഗതാഗത വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. സമരം നടത്തിവരുന്ന മുഴുവൻ യൂണിയനുകളും സമരം പിൻവലിച്ചു. ചർച്ചയ്ക്ക് ശേഷം പുതിയ തീരുമാനങ്ങളും മന്ത്രി KB ഗണേഷ് കുമാർ വിശദീകരിച്ചു. ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം 15 വർഷത്തിൽ നിന്ന് 18 വർഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു. ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ല എന്നും അറിയിച്ചു. എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. 2 ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം. മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഈ ഇളവുകൾ. ക്വാളിറ്റിയുള്ള ലൈസൻസ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ടെസ്റ്റ് വാഹനങ്ങളിലെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വയ്ക്കും. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കാനും തീരുമാനിച്ചു. ഇത് പഠിക്കാൻ പുതിയ കമ്മീഷനെ നിയോഗിക്കും. പഴയതുപോലെ ആദ്യം H ടെസ്റ്റും അതിനുശേഷം റോഡ് ടെസ്റ്റും നടത്തും. KSRTC 10 കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 40 ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിരുന്നത്. ഇത് പ്രകാരം 2 ഇൻസ്പെക്ടർമാരുള്ളിടത്ത് 80 ലൈസൻസ് ടെസ്റ്റ് നടത്തും. 1 MVD ഉള്ള സ്ഥലത്ത് പ്രതിദിനം 40 ടെസ്റ്റുകളും നടത്തും. ഇത് പര്യാപ്തമല്ലെന്നായിരുന്നു പരാതി. ഏതാണ്ട് 10 ലക്ഷത്തോളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുവെന്നാണ് വാർത്തകൾ വന്നത്. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ 2.5 ലക്ഷം അപേക്ഷകളാണുള്ളതെന്നാണ് മനസ്സിലാക്കാനായത്. ഈ ബാക്ക്ലോഗ് പരിഹരിക്കും. ഓരോ RTO ഓഫീസിലും സബ് RTO ഓഫീസിലും എത്ര അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും. കൂടുതൽ അപേക്ഷയുള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ബാക്ക്ലോഗ് പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. H ടെസ്റ്റിന് പകരമുള്ള മാതൃകകൾ പരിശോധിക്കും. പുതിയ മാതൃക കണ്ടെത്തും. ലൈസൻസ് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന RTOകൾ പരിശോധിച്ച് വേണ്ട നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കൂടാതെ ആരുടെയും ജോലി പോവുകയോ പട്ടിണി കിടക്കുകയോ വേണ്ടിവരില്ലെന്നും എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. മെയിനായിട്ടുള്ളത് 40 ലൈസൻസ് ഒരു ഓഫീസിലെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മുടെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 40 ലൈസൻസ് ടെസ്റ്റ് നടത്തും. അപ്പോൾ 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുള്ളിടത്ത് 80 ലൈസൻസ് ടെസ്റ്റ് നടക്കും. ഇത് പര്യാപ്തമല്ല എന്ന് ചിലപ്പോൾ തോന്നുന്നു. 10 ലക്ഷത്തോളം ലൈസൻസ് ലേണേഴ്സ് കെട്ടിക്കിടക്കുന്നുവെന്നാണ് പത്രത്തിൽ വാർത്ത വന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ പ്രാഥമികമായിട്ട് കമ്പ്യൂട്ടറിൽ പരിശോധിച്ചപ്പോൾ 2.2 ലക്ഷം ലൈസൻസ് മാത്രമേ ലേണേഴ്സ് കെട്ടിക്കിടപ്പുള്ളൂ. ആ ബാക്ക്ലോഗ് നമ്മൾ പരിഹരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് 40 ലൈസൻസ് പോരാ. അപ്പോൾ നാളെ ഞങ്ങൾ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഓരോ RTO ഓഫീസിലും സബ് RTO ഓഫീസിലും എത്ര ലേണേഴ്സ് പെൻഡിങ് ഉണ്ടെന്ന് നോക്കും. അപ്പോൾ പെൻഡിങ് ഉള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് 40 ആ വ്യക്തിയും 40 ടെസ്റ്റ് ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക്ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തീരുമെന്ന ഭയം വേണ്ട. 6 മാസം കഴിഞ്ഞാലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ചെറിയൊരു ഫീസ് അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ആ പരീക്ഷ പിന്നെ എഴുതേണ്ട, അത് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് 2 വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല. തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കുള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ്. ടെസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളിന് വളരെ കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ അപ്പോൾ അത് പിന്നെ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് MVD ഉദ്യോഗസ്ഥന് വണ്ടി ചവിട്ടി നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ്. അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഉയരും. തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു ആവശ്യമെന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ് നല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതാണ്. അതിനോട് ഡ്രൈവിംഗ് സ്കൂളുകളിലെ എല്ലാ സംഘടനകളും യോജിച്ചു. അവരും അത് ചെയ്യുകയാണ്. പിന്നെ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെൻറ്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വയ്ക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. അതവർ അംഗീകരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു. അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല. ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല, ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും വയ്ക്കും. ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും. ടെസ്റ്റ് കഴിയുന്നുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും. 3 മാസം വരെ സൂക്ഷിക്കും. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതെടുക്കും.
പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയെന്ന് നോക്കും. കാരണം 2 വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണത്തക്ക രീതിയിലും. അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടി മുട്ടിക്കുന്ന ഒരാൾക്കും തൊഴിൽ പോകത്തില്ല. എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷേ ഡ്രൈവിംഗ് പഠിച്ച് 5 വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ എല്ലാ പിന്നെ 15 വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണമെന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് 18 വർഷമായി വർദ്ധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ചു, അവരത് അംഗീകരിച്ചു വളരെ സന്തോഷത്തോടെ. ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വാങ്ങുകയാണ്. അപ്പോൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി 3 മാസത്തിനകം റിപ്പോർട്ട് തരത്തക്ക രീതിയിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും. ഇതിനൊരു പഠനം നടത്തി, വിദഗ്ധരെ ഒരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരിഫ് പഠിപ്പിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ, സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു, പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതും നമ്മൾ ചെയ്യും എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്